ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. അപ്പോൾ ഏത് മീനാണെങ്കിലും ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10ഓളം ചെറിയുള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കരുത്, ചെറിയുള്ളിയാണ് ഈ കറിയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ബ്രൗൺ കളറായി കിട്ടണമെന്നില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാ ഇതേ ഒരു അളവിലൊരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ എടുത്തത്. എരിവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറി കിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്, അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്, അത് ഒഴിച്ചെടുത്തിട്ട് ഈ തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടോളം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിങ്ങനെ തിളച്ച് വരാനാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിയായിരുന്നു, അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയെടുത്തതാണ് ഇട്ടെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളച്ച് വന്നാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ കറിയുടെ ടേസ്റ്റൊക്കെ പോകും. ചുടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കിട്ടണം, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അയല മീനാണ് ഇട്ട് കൊടുക്കുന്നത്. 4 അയല കട്ട് ചെയ്തെടുത്തതാണ്. ഈ മീൻ തന്നെ വേണമെന്നില്ല, എല്ലാ മീൻ കൊണ്ടും ഇതേപോലെ കറി ഉണ്ടാക്കി നോക്കാം. മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കറിയൊക്കെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിയിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയൊക്കെ നോക്കാം. മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി നോക്കാനൊന്നും കഴിയില്ല, മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് പാകം വെള്ളമായി കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കറിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അധികം ഇളക്കാനൊന്നും നിൽക്കണ്ട, മീൻ ഉടഞ്ഞു പോകും. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി.
അപ്പോൾ അതാ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ മുളകിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് മുളകിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്